ഹായ് ജൂലി, എന്തേ അകത്തേക്ക് വരാഞ്ഞത്? യു ആർ ഓൾവേസ് വെൽക്കം. ഇരിക്കൂ. വേണ്ട, എനിക്കൊരല്പം തിടുക്കമുണ്ട്. രണ്ട് ഇൻഫർമേഷൻസ് അതേ വേണ്ടു. ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിത്ത് പ്ലഷർ, ഗോ ഹെഡ്. ആദ്യം തന്നെ വക്കീലായി എൻറോൾ ചെയ്യിച്ചവന്റെ അഡ്രസ്. കോർട്ടലക്ഷ്യം ആവും, ചിലപ്പോ അകത്തും പോവും. സാരമില്ല, അവന്റെ കുറ്റിക്കൊരെണ്ണം കൊടുക്കണം. തന്നെ പോലെ സ്റ്റുപ്പിഡ് ബ്ലഡി നാറിക്ക് ലോയറിന്റെ കുപ്പായം കൊടുത്തതിന്. ഓ, അന്നദാതാക്കളായ തിമിംഗലങ്ങളുമൊത്ത് അങ്ങ് തിമിർക്കുകയാണല്ലേ? തെറി കഴിഞ്ഞു. ഇനി ഒരു ബിസിനസ് ഓഫർ. എനിക്കൊരാളെ കൊല്ലണം. ഒരു 18 നോട്ട് ഔട്ട് കേസ്. കൊലയാളി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലിറക്കി ശിക്ഷയില്ലാതെ രക്ഷിച്ചു തരണം. എത്രയാവും സാറിന്റെ കൂലി? പറഞ്ഞോളൂ. ഇവനെ പുറത്തിറക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് അതൊക്കെ കഴിയും. പറ, കൂലി പറ. ഓ, എന്റെ ഫിനാൻഷ്യൽ സോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടാവൂല്ലേ? സോഴ്സ് ഇത് തന്നെ. ഇതങ്ങ് വിൽക്കും. തനിക്കറിയാവുന്ന റെഡ് സ്ട്രീറ്റ് കേസൊന്നുമല്ല ഇത്. ഇത്തിരി ഒന്ന് മെനക്കെട്ട തന്നെ പോലെ 3 എണ്ണത്തിന് വിലക്കെടുക്കാൻ 3 ആഴ്ച വേണ്ട എനിക്ക്. ഇപ്പോഴും ആ 18 നോട്ട് ഔട്ട് കേസ് ആരാണെന്ന് ചോദിച്ചില്ലല്ലോ സർ. കുഞ്ഞുലക്ഷ്മി തമ്പുരാട്ടി. ആ, അത് തന്നെ, തന്റെ പെറ്റ തള്ള. പിന്നെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇയാടെ മന്ത്ലി എക്സ്പെൻസും കുറയും, നല്ല കൂലിയും കിട്ടും. സ്വന്തം സഹോദരനെ കൊന്നവനെ രക്ഷപ്പെടുത്താനുള്ള മെന്റൽ സ്റ്റേച്ചർ ഉള്ളവന് ഇതും പറ്റും. ധൈര്യമായിട്ട് കേസ് അങ്ങ് ഏക്കുവക്കീലേ. പോടും. വക്കീല് തഴഞ്ഞതോടെ രണ്ടും കൽപ്പിച്ചുള്ളവളുടെ പോക്കുണ്ടോ? തനിക്കയച്ച ഫാക്സിന്റെ കോപ്പി അവള് കോടതിയിലേക്ക് അയച്ചേക്കും. അതോടെ നമ്മുടെ പദ്ധതി എല്ലാം പൊളിയും. പോസ്റ്റ് കാർഡിൽ കത്തയച്ചാൽ അത് റിട്ടായിട്ട് പരിഗണിച്ച് നടപടിയെടുക്കുന്ന ജഡ്ജിമാരുള്ള രാജ്യ. Thank you. ബാവ എന്നോട് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഹരിയുടെ മരണമാണ് തനിക്കും എനിക്കും ആവശ്യം. അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ വേണമെന്ന് നമുക്കെന്തിനാ എത്ര വാശി? യെസ്, പുറത്തിറങ്ങിയ ഹരിയുടെ ആയുസ്സിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ബോംബെയിൽ, കേരളത്തിൽ, അല്ലെങ്കിൽ ഈ മഹാരാജ്യത്ത് എവിടെയെങ്കിലും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ട ഒരു അജ്ഞാത ശവം. അതാണ് അവന്റെ ഫേറ്റ്. സത്യം, ബാവ വാക്ക് തെറ്റിക്കില്ല. ഹരിയോടുള്ള പ്രതികാരം തനിക്കും എനിക്കും മാത്രം കുത്തകയല്ല, ബാവയ്ക്കുമായിക്കൂടെ? ജൂലി, നിൽക്ക്. വേണ്ട, പട്ടാപ്പകൽ കോടതി വരാന്തയിൽ ഓടിച്ചിട്ട് നിന്നെ കൊല്ലേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഐ ഡു മൈൻഡ്. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇഷ്ടമില്ലെങ്കിലും കേട്ടേ മതിയാവൂ. നിന്റെ രക്ഷയെ കരുതിയാണ്. എല്ലാം നിന്നോട് പറയണമെന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞില്ല. എപ്പോ പറഞ്ഞു ലക്ഷ്മി? വെന്ത് വെണ്ണീറാവുന്നതിനിടയിലോ അതോ സ്വപ്നത്തിൽ പ്രേത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടോ? തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഏതോ ഇല്ലാ കഥകൾ പറഞ്ഞെന്നെ സ്വാധീനിച്ച് രവിവർമ്മയ്ക്ക് ഞാൻ കൊടുത്ത ഈ പേപ്പേഴ്സ് കോടതിയിൽ നിഷേധിക്കണം. എന്താണ് ഓഫർ? ഇൻ ക്യാഷ്. ലക്ഷ്മിയെ കൊന്നവനോട് ഞാൻ ക്ഷമിക്കില്ല.
ലക്ഷ്മിയെ ഞാൻ എന്തിനു കൊന്നു നീ അറിയണം. കള്ള കഥ വേണ്ട. ജേർണലിസ്റ്റിന്റെ വേഷം കെട്ടിയവളല്ല ഞാൻ, തന്നെ പോലെ. ഏത് കോപ്പിലെ ജേർണലിസ്റ്റ് ആടി നീ? കേരളത്തിലെ വിദ്യയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി അവന്റെ അളിയന് കൊടുത്ത സ്ത്രീധന കോളേജ്, സ്കൂൾ ഓഫ് ജേർണലിസം, അത് ലണ്ടനിലെ തോംസൺ ഫൗണ്ടേഷൻ ഒന്നും അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ഉണക്ക കോഴ്സിന്റെ ഒരു ഡിപ്ലോമ പോലും ഇല്ലല്ലോ നിന്റെ കയ്യില്. 4th എസ്റ്റേറ്റിൽ പോയി ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഏതെങ്കിലും ഉണക്ക പത്രത്തിന്റെ ചരമക്കോളം എഡിറ്റ് ചെയ്യുന്ന ഒരു സബ് എഡിറ്റർ ട്രെയിനി നിന്റെ കരിയറിന്റെ ഓപ്റ്റിമം പോയിന്റ് അത്രേ ഉള്ളൂ. സോറി, രംഗബോധം ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ഒരു നിസ്സഹായന്. അത് പാലിക്കുന്നു. കൃഷ്ണയ്യരുടെ കോടതി പിരിയാറായി. അതിനുള്ളിൽ ബെഞ്ച് ക്ലാർക്കിനെ കണ്ട് ഈ ഓർഡർ സീൽ ചെയ്യിച്ചോളൂ. സ്മഗ്ലർ വില്യംസിന് ജാമ്യം. എന്റെ റിസ്കിൽ, ഹരിപ്രസാദ് എന്ന ഈ സൂര്യയുടെ റിസ്കിൽ. ഹരിപ്രസാദിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഹരി ഉറപ്പ് പറഞ്ഞിരുന്നു എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. വാക്ക് പാലിച്ചു. ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല, സത്യസന്ധന. എന്തിനായാലും ഇത്രയും ഉദാരമനസ്കനാകുന്നത്? ഡാഡിയെ കയ്യിലെടുത്ത് എന്നെ സ്വാധീനിക്കാൻ. അല്ല മോളെ, നിന്നെപ്പോലൊരു ദൃക്സാക്ഷിയെ തകർക്കാൻ രവിവർമ്മ വക്കീൽ ഇനഫ് ആൻഡ് മോർ. ഐ വിറ്റ്നസ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ മോളെ. ഒന്ന് ഞാൻ പറയാം, ഹരിയെക്കുറിച്ച് മുമ്പ് ഞാനും ഇപ്പൊ നീയും ധരിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ്. അതേ മോളെ, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞവരല്ലേ. ഡാഡി, രാവിലെ എങ്ങോട്ടാ? ബാറിലേക്കാണോ? എങ്കി പോണ്ട. ദാ ഇതൊക്കെ ഞാൻ എന്നേ നിർത്തി മോളെ. വേണ്ട, ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെക്കണ്ട. പണിയെടുക്കാൻ എനിക്കും കഴിയും, സമ്പാദിക്കുന്നുണ്ട് ഡാഡി ഞാൻ. ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട്, ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ്. ഇനി ഡാഡി അലയണ്ട. ക്ഷമിക്കണം മോളെ, ഡാഡിക്ക് അബദ്ധം പറ്റി. അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. ഇനി എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി ചെയ്തെങ്കിലും നിങ്ങളെ പോറ്റിയില്ലെങ്കിൽ ചത്തു മോളി ചെല്ലുമ്പോ കർത്താവ് വെറുതെ വിടുവോ? ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല. മാഗിയും മോളും എന്നോട് ക്ഷമിക്കണം. ആർ യു ട്രൈങ് ടു ചീറ്റ് മീ? തമ്പ്ര, വേണ്ട. കാര്യം കാണാൻ ശീലിച്ചു വെച്ച ഈ ഡയലോഗ് പ്രസന്റേഷനിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, അത് രവിവർമ്മയോട് വേണ്ട. ഹരിയെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി തന്ന കൊന്ന് കൈ തരാവുന്ന വാഗ്ദാനം ചതിയായിരുന്നല്ലേ? അത്രേ ഉള്ളോ? തമ്പ്രാന്റെ അങ്കക്കലി കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. ഹരിപ്രസാദിന്റെ ശവം എനിക്ക് മഹേന്ദ്രവർമ്മ തമ്പ്രാനെ കൊണ്ട് തീറ്റിക്കണം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നോക്കാം, മഹേന്ദ്രവർമ്മ തമ്പ്രാന്റെ അഗ്നിബലം ഒന്ന് പരീക്ഷിക്കാം. കുട്ടി, ഞാൻ എന്താ പറയുന്നത്? കൃഷ്ണപുരം പാലസ്. തമ്പുരാനുണ്ടോ? അതെ, വർമ്മയാണ്. ഹലോ, ആരാത്? ഹലോ, ആരാത്? കേട്ടുമറന്ന ശബ്ദം. ഇല്ല, ഈ ശബ്ദം തമ്പുരാൻ കേട്ടിട്ടുണ്ടാവില്ല.
അജ്ഞാതനാ, അനാഥൻ. ആളറിയിക്കാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ട. എന്താണാവോ? തമ്പുരാന്റെ മകളെ കൊന്ന ഹരിപ്രസാദ് ജാമ്യത്തിലിറങ്ങി. അറിഞ്ഞു കാണുമല്ലോ. പ്രതികാര ബുദ്ധിയൊക്കെ പോയി, വയസ്സായി. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ പ്രതികാരം? എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഹരിപ്രസാദ് ചിരകാലം സസുഖം ജീവിക്കട്ടെ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. അവിടുന്ന് ആരായാലും ഇനി എന്നെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കുട്ടി, ഒരു വല്ലാത്ത മെസ്സേജ് ആയിരുന്നല്ലോ കുട്ടി ഫോണില്. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അറിയാം. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയെ കൊന്നവൻ ഒരു നേർച്ചക്കോഴിയെ പോലെ അയാളുടെ കസ്റ്റഡിയിലുണ്ട്. ക്ഷത്രിയ തേജസ് ഉണരുമ്പോ പറയുക, കൊലക്കത്തിക്കിരയാക്കാൻ ഏത് നിമിഷവും എന്നെ എത്തിച്ചു തരാമെന്ന്. ഇതല്ലേ തമ്പുരാൻ ബാവയുടെ മെസ്സേജ്? അതെ. എന്താ ഞാനിപ്പോ പറയണ്ടേ? രക്ഷപ്പെടുക, എവിടെയെങ്കിലും പോയി. അഭയം തരാനുള്ള ബാല്യമില്ല കുട്ടി എനിക്ക്. നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ എല്ലാം തകരും. എന്നെ കരുതി തമ്പുരാൻ പേടിക്കണ്ട. മറ്റാരേക്കാളും ബാവയുടെ മനസ്സ് എനിക്കറിയാം. കളരി വേറെയാണെങ്കിലും ഞാനും അവനും പഠിച്ചത് ഒന്ന് തന്നെയാണ്. അത്ര ഈസി ടാർഗറ്റ് അല്ല ഞാനെന്ന് ബാവ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് ടാർഗറ്റ്? നിങ്ങളുടെ പ്ലാനിങ് എല്ലാം മിസ്ഫയർ ആവുകയല്ലേ ബാവ? ഒരു ക്രൂര പ്രതികാരത്തിന്റെ ആത്മസംതൃപ്തിയായിരുന്നു നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത്. നിഷ്പ്രയാസം തൂക്കിലേറ്റാവുന്ന ഒരു പ്രതിയെ ഇല്ലാത്ത ലാ പോയിന്റുകളുടെ ലൂപ്പ് ഹോൾസ് തേടി അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്താണാവോ ഇവിടുത്തെ ടാർഗറ്റ്? പുച്ഛിക്കല്ലേ വക്കീലേ, പുച്ഛിക്കല്ലേ. എന്താണാവോ ഇവിടുത്തെ ലോ പോയിന്റ്? ഒരു ചട്ടക്കാരുടെ 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ആത്മകഥ. അവളും അവനും കൂടെ കോടതി വിളപ്പിക്കിടന്ന് ശൃംഗരിച്ചതിന് താൻ തന്നെയല്ലേ സാക്ഷി? തിരിച്ച് ജയിലിലായിക്കോ ഹരിപ്രസാദിനെ. കേസ് കോടതി വരുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ഫാക്സ് അയച്ചിട്ടില്ല. ഹരിപ്രസാദ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലാണ്. അദ്ദേഹം കൊന്നിട്ടില്ല. ഈ വക്കീൽ ഒരു കള്ളനാണ് എന്നവൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലോ? തന്റെ ലോ പോയിന്റ് ഏത് കോടതി സ്വീകരിക്കും? അവളത് പറയും. പറയാൻ പാടില്ല. ജീവിച്ചിരുന്നാലല്ലേ അവള് കോടതിയിലെത്തൂ. ഭഗവാന്റെ ലീല. നാളത്തെ സൂര്യോദയം കാണാൻ ആ പെങ്കൊച്ചിന് വിധിയില്ലാണ്ട് പോയാലോ? അങ്കിൾ! എന്താ മോനെ? അങ്കിൾ, സംസാരിച്ചേൽക്കാൻ സമയമില്ല. ബാവ എന്നെ ചതിക്കായിരുന്നു. എന്നെ മാത്രമല്ല, നമ്മളെല്ലാം. പച്ചക്കള്ളം. ചീറ്റ് ചെയ്യുന്നത് ബാബയല്ലേ ഡാഡി, ഇയാളാണ്. വിശ്വസിക്കരുത്. ഡാഡി ജാമ്യത്തിൽ ഇറക്കാൻ 5000 രൂപയും 2 ആൾ ജാമ്യവും. ആ സെന്റിമെന്റ്സ് മുതലെടുക്കാൻ വന്നിരിക്കുകയാണല്ലേ? അതേടി, സെന്റിമെന്റ്സ് ആണ് എന്റെ ഏക അസറ്റ്. നീയാണ് എന്റെ രഹസ്യ കാമുകി. കള്ളക്കഥയുണ്ടാക്കി ലക്ഷ്മിയെ ചുട്ടുകൊന്നത് നിനക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബാവ. ഇനിയുള്ള എന്റെ ജീവിതം ജൂലി മൊത്തന്ന്. എന്റെ പട്ടി വരും തന്റെ കൂടെ. നീ ഡോബർമാൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കൊല്ലി പട്ടി ഉണ്ടല്ലോ, അതിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. തൽക്കാലം സമയമില്ല. അങ്കിളെങ്കിലും ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ബാവയുടെ ആദ്യത്തെ ടാർഗറ്റ് ഇവളാണ്. ഡാഡി പ്ലീസ് വിശ്വസിക്കരുത്. ഷട്ട് യുവർ ഫിൽത്തി മൗത്ത്. ബാവയുടെ ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും. എരിഞ്ഞിറങ്ങുമല്ലാം.